കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങളോട് ഒരുമിച്ച് ഈ സാഹചര്യത്തിലും ഒരിക്കൽ കൂടെ ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ, ദൈവസമൂഹത്തിൽ സാക്ഷി പറയുവാൻ ദൈവമായ കർത്താവ് എന്നെയും സഹായിച്ച കൃപകൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് സുഗന്ധി. ഞാൻ വന്ന് ചെമ്മാവിള സഭയിലുള്ളതാണ് ഒരു വിശ്വാസിയാണ്. 2000 വർഷം ഡിസംബർ 14 തീയതി എൻ്റെ വിവേകമായി ഞാൻ ചെമ്മാവിള ചർച്ചിൽ ഇങ്ങനെ കടന്നു വരുവാനിടയായി തീർന്നു. എന്നാൽ വിവാഹമായി മുതൽ ആഴ്ചയിൽ ഇങ്ങനെ ആരാധനയ്ക്ക് വരുമ്പോൾ പാസ്റ്റർ ഇങ്ങനെ പ്രസംഗത്തിൻ്റെ അവസാന സമയം ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ആ സമയം ആരും പ്രാർത്ഥിച്ചില്ല, ഇങ്ങനെ മിണ്ടാതിരുന്നു. എന്നാൽ ഞാനിങ്ങനെ നല്ല ശബ്ദമുയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്നാൽ പാസ്റ്റർക്ക് അത് മനസ്സിനത് ഇഷ്ടമായിരുന്നു. അതിനുശേഷമായി എല്ലാ ദിവസവും ഇങ്ങനെ മാക്സിമം എല്ലാ ഞായറും പ്രാർത്ഥിക്കുവാൻ ഇങ്ങനെ ആരാധനയിൽ പൊതുവായി ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ പറയും. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. എൻ്റെ ആത്മീക ജീവിതത്തിൽ എന്നെ വളർത്തിയെടുത്ത് അത് എനിക്ക് വളരുവാനൊരു കാരണമായി തീർന്നു. അതുമാത്രമല്ല, ആരാധനയ്ക്ക് ഞാൻ എൻ്റെ വിവാഹമായി വന്നതായ ആ ദിവസം മുതൽ ഞാൻ ആരാധനയ്ക്ക് ഏറ്റവും ഫ്രണ്ട് വരിയിലിങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ ഒരു ചൊവ്വ രാത്രി ഞാനിങ്ങനെ ഫ്രണ്ടിലിരിക്കാതെ എൻ്റെ മനസ്സിന് ചില വിഷമതകളുള്ളതിനാൽ ഞാനിങ്ങനെ പുറകിലിരിക്കുവാനിടയായി തീർന്നു. അപ്പോൾ പാസ്റ്റർ ഇങ്ങനെ പുൾപിറ്റിലിരുന്ന് കൊണ്ടിങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് പാസ്റ്ററിനത് മനസ്സിന് വളരെ വിഷമമുണ്ടായിരുന്നിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ചർച്ചിൽ ഇങ്ങനെ അവളെ വന്നതിന് ശേഷം ഇങ്ങനെ മദറിനോട് പറയുവാനിടയായി തീർന്നു, ആരാധനയ്ക്ക് മുൻപിലിരിക്കാതെ ഇങ്ങനെ പുറകിൽ പോയിരുന്നു എന്ന്. എന്നിട്ട് മദർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എടി, ഉനക്ക് എന്നെ പ്രശ്നം വന്നാലും നീ ആരാധനയ്ക്ക് പുറകിലിരിക്കരുത്, പാസ്റ്റിനത് വേദന ഉണ്ടാക്കുന്ന ഒരു കാരണമാണ് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. അതിനുശേഷമായി ഞാൻ എത്ര തന്നെ എനിക്ക് എന്ത് കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വന്നാലും ഞാൻ ആരാധനയ്ക്ക് മുൻപരിധിയിൽ ഇങ്ങനെ ഇരിക്കും. അതുപോലെ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞാൽ ആരും പ്രാർത്ഥിച്ചില്ല എങ്കിൽ പാസ്റ്റർ ഉടനെ ഇങ്ങനെ എന്നെ നോക്കും. എന്നാൽ എനിക്ക് ഉടനെ മനസ്സിലാകും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇങ്ങനെ പറയുന്നതെന്ന്. ഞാൻ ആ സമയം പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് ആത്മീക ജീവിതത്തിൽ വളരുവാൻ എൻ്റെ പാസ്റ്റർ കാരണമായി തീർന്നു. എന്നെ വേറൊരു സഭയിൽ നിന്ന് ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ്. എന്നാൽ ഞാൻ ആയിരിക്കുന്ന സഭയിൽ സൺഡേ സ്കൂൾ ടീച്ചറായിരിക്കുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ സൺഡേ സ്കൂളിൽ പുറപ്പായിരിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അതുമല്ല, ഒരു ദിവസം രാത്രി ഒരു ഞായറാഴ്ച പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെ യൂത്ത് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ഇനി ഈ യൂത്ത് മീറ്റിംഗ് സുഗന്ധി തന്നെ ഇങ്ങനെ അതിനെ പുറപ്പായി നടത്തണമെന്ന് പറഞ്ഞു. അതിനുശേഷമായി പല വർഷങ്ങളായി അത് യൂത്ത് മീറ്റിംഗ് ഇങ്ങനെ നടത്തുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ എൻ്റെ ആത്മീക ജീവിതത്തിന് എനിക്ക് മതിയായ ഒരു വ്യക്തിയായി കാണപ്പെടുവാനിടയായിത്തീർന്നു. മാത്രമല്ല, സ്റ്റെല്ല പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പിതാവായി കാണപ്പെടുവാനിടയായിത്തീർന്നു. 2009 വർഷം മാർച്ച് മാസത്തിൽ അതിൻ്റെ അവസാന ആഴ്ചയിൽ അടിയനിങ്ങനെ ഒരു സ്വപ്നം കാണുവാനിടയായിത്തീർന്നു. പെട്ടെന്നിങ്ങനെ അടിയൻ ഒറ്റയ്ക്കിരുന്നിങ്ങനെ ഭയങ്കരമായി കരയുന്നതായ ഒരു അനുഭവം. ഞാൻ കരയുമ്പോൾ, ഞാൻ സ്വപ്നമാണ് കണ്ടത്, ഞാനിങ്ങനെ കരയുമ്പോൾ പാസ്റ്റർ ഇങ്ങനെ എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ മുതുകിൽ ഇങ്ങനെ തട്ടിയിട്ട്, அழாதம்மா, நான் என்னைக்கு வந்தாலும் நீ அழுதுகிட்டே இருப்பேன், அழாத, നടക്ക വേണ്ടിയത് നടന്നത്, ആണ്ടവർ എന്നെ നടത്തുവാർ, ഇങ്ങനെ പറയുന്നതായ ഒരു ശബ്ദം എന്നെ കേൾക്കുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ സ്വപ്നം കണ്ടതിൻ്റെ അടുത്ത ആഴ്ച 2009 മെയ് മാസം 9 തീയതി എൻ്റെ ഭർത്താവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ എല്ലാ ദിവസവും പാസ്റ്റർ ഇങ്ങനെ എന്നെ ആശ്വസിപ്പിക്കുവാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായി കടന്നു വരുമായിരുന്നു. എന്നാൽ ഞാനിങ്ങനെ എൻ്റെ ഭർത്താവ് മരിച്ചു ഒരാഴ്ചയായപ്പോൾ കറക്റ്റാണ് ഞാൻ എങ്ങനെ സ്വപ്നം കണ്ടുപോകാം. അതുപോലെ പാസ്റ്ററിൻ്റെ അടുക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അളാതമ്മ, ഞാൻ പാസ്റ്റർ കണ്ട ഉടനെ ഓന്നിങ്ങനെ വെച്ച് കരയുന്നതായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, അളാതമ്മ, നടക്ക വേണ്ടിയത് നടന്നത്, ആണ്ട് പുറന്നെ നടത്തുമായിരുന്നു, ഇങ്ങനെ പറഞ്ഞെന്നെ ആശ്വസിപ്പിക്കുവാനിടയായിത്തീർന്നു. അന്നു മുതൽ എനിക്കും എൻ്റെ മകനും ഒരു പിതാവായി കാണുവാനിടയായിത്തീർന്നു. എന്നാൽ പാസ്റ്റർ ഇങ്ങനെ മദറിനെ ഭവനത്തിൽ പറഞ്ഞു വിട്ടിട്ട് മദറിങ്ങനെ ഞങ്ങളുടെ അടുക്കളയിൽ വരെ വന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് കഴിക്കുവാൻ ആഹാരമുണ്ടോ എന്നിങ്ങനെ നോക്കിയിട്ടത് പാസ്റ്റർ അടുത്ത് പോയി പറയും.
ഞങ്ങൾക്ക് ആവശ്യമായിരുന്ന എല്ലാ നന്മകളെയും പാസ്റ്ററിങ്ങനെ നൽകി. എന്നാൽ ഒരു വർഷം ഞങ്ങൾ ആ ഭവനത്തിലായിരിക്കുവാനിടയായിത്തീർന്നു. അത് ഞങ്ങൾക്ക് സ്വന്തമല്ലാത്ത ഒരു ഭവനമായിരുന്നതിനാൽ ഏതോ ഒരു ചില കാരണങ്ങളാൽ അത് ഭവനത്തെ വിട്ട് ഞങ്ങൾക്ക് ഇറങ്ങുവാനുള്ള ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഞാനിങ്ങനെ പാസ്റ്റർ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർ ഭവനത്തിൽ നിന്ന് ഞങ്ങൾക്കിങ്ങനെ ഇറങ്ങേണ്ടതായ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പാസ്റ്ററിനടുത്ത് ചോദിച്ചു, നീ ഇനി എന്നെ ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എവിടെയാവുന്നത്, വാടകയ്ക്ക് പോകാം പാസ്റ്റർ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു വാക്കിങ്ങനെ പറഞ്ഞു, മുന്നേ പിന്നെ தெரியாத ഒരു ഇടത്തിലും നീ വാടകയ്ക്കൊന്നും പോകണ്ട, ചെമ്മാവിള ചർച്ച് ചുമ്മാ തന്നെ ഇരിക്കുന്നത്, നീ അങ്ങേ ഇരി എന്നിങ്ങനെ എന്നോട് പറയുവാനിടയായിത്തീർന്നു. എന്നാൽ അന്ന് മുതൽ ഞങ്ങൾക്കൊരു പിതാവായി, അന്ന് മുതലല്ല എൻ്റെ ഭർത്താവ് എന്ന് മരിച്ചുവോ അന്ന് തൊട്ട് ഞങ്ങൾക്കൊരു അപ്പനായി കാണപ്പെടുവാനിടയായിത്തീർന്നു. അതുപോലെ എല്ലാ വർഷവും ഇത് ക്രിസ്മസ് വന്ന ഉടനെ ഡിസംബർ മാസമായാലേ മദറിൻ്റെ അടുത്ത് പാസ് പറഞ്ഞു വിടും, സുഗന്ധിയെയും മകനെയും ക്രിസ്മസിന് ആരുടെയും വീട്ടിൽ പോകരുത്, നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ വരണമെന്ന് പറയുവാനിടയായിത്തീർന്നു. മദർ എൻ്റെ അടുത്ത് അങ്ങനെ പറയും, എടി ഒരിടവും നീ പോകக்கூடாது, ഇങ്ങ് താൻ വരണമെന്നും. അങ്ങനെ എല്ലാ ക്രിസ്മസിനും ഞങ്ങളെ രണ്ടുപേരെയും ഇവിടെ വിളിച്ചു വിട്ട് ഞങ്ങൾക്ക് നല്ല ആഹാരങ്ങളെ തന്ന്, അതുപോലെ എൻ്റെ മകന് ഡ്രസ്സെല്ലാം എടുത്തു കൊടുത്ത് വളരെയധികമായി ഞങ്ങളെ ഇങ്ങനെ സംരക്ഷിക്കുവാനിടയായിത്തീർന്നു. എല്ലാ വിധത്തിലും ഞങ്ങൾക്കൊരു എനിക്കും എൻ്റെ മകനും ഒരപ്പനായി പാസ്റ്റർ കൂടെ ഇരുന്നു. മാത്രമല്ല എൻ്റെ പിള്ളേർ ദാനം, അവൻ ബാല്യ വയസ്സെത്തുമ്പോൾ അവനിങ്ങനെ പാസ്റ്റർ നോക്കും. അവൻ്റെ കയ്യിൽ വാച്ചില്ലായിരുന്നു. എന്നാൽ ആരോ അവർക്ക് കൊടുത്തതാണ് ഒരു വാച്ച്. അവനെ വിളിച്ചിട്ട് നിനക്ക് ഒരു വാച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാനിടയായിത്തീർന്നു. എന്നാൽ അവനെ വാച്ച് ഇടുന്നോ ഇല്ലയോ എന്ന് പാസ്റ്റർ അതുകൂടെ ഗവനിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ചെമ്മാൻ വിളയിൽ ആരാധനയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഞാൻ തന്ന വാച്ച് എങ്കടാ എന്ന്. അവൻ പറഞ്ഞു, വീട്ടിലിരിക്കും പാസ്റ്റർ എന്ന്. എന്നാൽ അതിനുശേഷമായി എല്ലാ ദിവസവും അവൻ വാച്ച് ഇടുമായിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും ഞങ്ങൾക്കൊരു അപ്പനായി കൂടെ ഇരുന്നു. ഒരു കാര്യം കൂടെ പറയുന്നു, അതുമാത്രമല്ല ഐരേണിപുരത്തിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ அந்த കൺവെൻഷനിൽ ഞങ്ങളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുവാനിടയായിത്തീർന്നു. അന്നേക്ക് ബ്രദർ തങ്കരാജ് ഉണ്ടായിരുന്നു. അപ്പോഴിങ്ങനെ വണ്ടി ഓടിച്ചു കൊണ്ട് പോകുമ്പോൾ മാർത്താണ്ഡത്തൊരു ഹോട്ടലിൻ്റെ അടുത്ത് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ ഹോട്ടലിൽ കൊണ്ടുപോകുവാനിടയായിത്തീർന്നു. എന്നാൽ ഞങ്ങൾക്ക് മട്ടൻ വെച്ച് ഇടിയപ്പം ഇങ്ങനെ വാങ്ങിച്ചു തന്നു. അവർ ഒരു ചായ മാത്രം കുടിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പാസ്റ്റർ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ വാങ്ങി തരുന്നു? இல்லை, உங்களுக்கு இது வாங்கி தாரதுக்காக தான், உங்களுக்கு நல்ல சாப்பாடு தாரதுக்காக தான் இந்த ஹோட்டலுக்கு വന്നേൻ എന്നിങ്ങനെ പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് ഉദവിയായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ പ്രയറിൽ ഞങ്ങളോട് കൂടെ ദൈവത്തെ ആരാധിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച അവസാന ആരാധനയായി ഞങ്ങളോടുകൂടെ പാസ്റ്റർ ആരാധിച്ചു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇന്ന് ഞങ്ങളോട് ഒരുമിച്ച് ആരാധിക്കുവാൻ കഴിയാതെ നിത്യയിൽ പ്രവേശിച്ചിരിക്കുന്നു. പാസ്റ്റർ പോയതായ അന്ന് നിത്യരാജ്യത്തിന് ഞങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം അവസാനത്തോളം കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചു.